കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. ഇന്ന് എല്ലാവരും HR മാനേജേഴ്സിനെ വെച്ചിട്ടും PROമാരെ വെച്ചിട്ടും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. അവിടെ ഒരു സംരംഭം നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞല്ലോ, വിഷൻ വേണം. രണ്ടാമത് നമുക്ക് വേണ്ട റിസ്ക് ഏറ്റെടുക്കാനുള്ള മനസ്സ്. ആ റിസ്ക് ഇല്ലേ, എൻ്റെ ഒരു സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ A to Z റിസ്ക് ഞാൻ ഏറ്റെടുക്കും. അതിൻ്റെ ഉത്തരവാദിത്വം വേറെ ആരുടെയെങ്കിലും മേൽ കെട്ടിവെച്ച് ഞാൻ രക്ഷപ്പെടില്ല. അത് വിജയിപ്പിച്ചെടുക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഇറ്റ് ഈസ് മൈ പാഷൻ എന്നൊരു നിലക്ക് വേണം മുന്നോട്ട് പോകാൻ. ആൻഡ് തേർഡ് ക്വാളിറ്റി ആയിട്ട് പറഞ്ഞത്, നമുക്ക് വേണ്ടൊരു ഗുണമായിട്ട് പറയണത്, നമ്മുടെ കൂടെയുള്ള ആളുകൾ കൂടി വളരാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതൊരു വലിയൊരു പോയിന്റാണ് സർ. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല മേഖലയിലുള്ള ആളുകളൊക്കെ ആയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ വലിയ ഒരു ബുക്ക് ഷോപ്പ് ചെറിയ ഒരു കടയിൽ നിന്ന് തുടങ്ങി ഒരു ഹൈപ്പർ മാർക്കറ്റ് തലത്തിലേക്ക് അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വലിയ ബുക്ക് ഷോപ്പുകളായിട്ട് മാറുന്നതിന് പിന്നിൽ അവർ ഏറെ പരിശ്രമം നടത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനൊരു പ്രാവശ്യം അദ്ദേഹത്തിനോട്, എൻ്റെ സുഹൃത്തായിട്ടുള്ള മുജീബിനോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ കാണാറുള്ളത്, ഒരു ദിവസം ഷോപ്പ് അടക്കണമെങ്കിൽ, ഒരു മാസം ഷോപ്പ് അടക്കണമെന്നുണ്ടെങ്കിൽ 10-60 പേര് നമ്മളെ ആശ്രയിച്ച് ജീവിക്കണില്ലേ, അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ. എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ ചിലപ്പോൾ പോവാം, പക്ഷെ അവർ എന്നെ ആശ്രയിച്ചുകൊണ്ടല്ലോ നിൽക്കുന്നത്. അതെൻ്റെ മനസ്സിൽ വല്ലാതെ ടെൻഷൻ. അപ്പോൾ രാവിലെ ഒരല്പം കിടന്നുറങ്ങണമെന്നതിൻ്റെ മനസ്സ് പറഞ്ഞാലും അവരെ ആലോചിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, വണ്ടി എടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില ആളുകളൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സാലറി ചിലപ്പോൾ ചെറിയ തുച്ഛമായ ഒരു സാലറി ആയിരിക്കും, പക്ഷെ ആ സാലറി വാങ്ങുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം. അതുപോലെ തന്നെ പിന്നെ പറയുന്നത്, ഇപ്പോൾ ഈ ഷോപ്പിലൊക്കെ ഉള്ള തങ്ങളുടെ ജോലിക്കാരെയൊക്കെ അവരുടെ ഒരു ഫാമിലി മീറ്റൊക്കെ വെച്ച് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരുപാട് സംരംഭകരുണ്ട്. ഇപ്പം അങ്ങനെയുള്ള ഒരു സംരംഭത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം പറഞ്ഞു. ഒരു ചേച്ചി, അവർ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവർ വരുന്നതെന്ന് അറിയാം, വീട്ടിൽ വരുവാണ്. പക്ഷെ അവർ ഈ ഫാമിലി മീറ്റിന് വേണ്ടി തങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരെയും കൊണ്ടുവന്നപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയിന്നാണ്. അവരുടെയൊക്കെ മനസ്സിൽ ഇദ്ദേഹത്തിനുള്ള ഒരു സ്ഥാനത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കണില്ല. അപ്പോൾ ഇത്രയും ഒരുപാട് ആളുകൾക്കും ഒരുപാട് കുടുംബങ്ങൾക്കും അവരുടെ ജീവിതത്തിന് ഉപാധിയാക്കി മാറ്റാൻ സംരംഭകത്തിലൂടെ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പടച്ചവൻ്റെ ഒരു റഹ്മത്ത് കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.